കൊച്ചി ഇൻഫോ പാർക്കിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ശാരീരിക അസ്വാസ്ഥതകളെ തുടർന്ന് ചടങ്ങിൽ പങ്കെടുക്കാതിരുന്ന മുഖ്യമന്ത്രി ടെലിഫോണിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്മാർട്ട് സിറ്റി കാര്യത്തിൽ പഴുതുകൾ അടച്ചാണ് ടികോമുമായി സർക്കാർ കരാറിൽ ഒപ്പിട്ടതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ പ്രസംഗിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, ഇൻഫോ പാർക്ക് കൊച്ചിയുടെ രണ്ടാം ഘട്ട വികസനത്തിന്റെ മാസ്റ്റർ പ്ലാൻ പ്രകാശനവും ആദ്യ IT കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ചതായി ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ അറിയിക്കുന്നു. അടുത്ത 3 വർഷത്തിനകം ഇൻഫോ പാർക്കിന്റെ ഒന്നാം ഘട്ടത്തിൽ മാത്രം 51 ലക്ഷം ചതുരശ്രയടി കെട്ടിടങ്ങൾ പൂർത്തിയാകും. ഇതിൽ 6 ലക്ഷം പേർക്ക് ജോലി ചെയ്യാൻ സൗകര്യമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്മാർട്ട് സിറ്റിക്ക് പിന്നീട് ഏറ്റെടുത്തു കൊടുക്കാമെന്ന് മുൻ സർക്കാർ വാഗ്ദാനം ചെയ്ത സ്ഥലമാണ് ഇപ്പോൾ ഇൻഫോ പാർക്കിന്റെ രണ്ടാം ഘട്ട വികസനത്തിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നത്. UDF സർക്കാർ ടികോമുമായി ഉണ്ടാക്കിയ കരാറിലെ എല്ലാ കുഴപ്പങ്ങൾക്കും പരിഹാരം കാണത്തക്ക വിധത്തിലാണ് ഈ സർക്കാർ കരാർ പുതുക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 57 മാസക്കാലത്തെ നിരന്തരമായ ഇടപെടലിലൂടെ ഇൻഫോ പാർക്കിനെ ഏറ്റവും മികച്ച IT പാർക്കായി വികസിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പുത്തൻകുരിശ്, കുന്നത്തുനാട് പഞ്ചായത്തുകളിലെ 160 ഏക്കറുകളിലായാണ് രണ്ടാം ഘട്ട വികസനം നടത്തുന്നത്. 31 ഏക്കറിന് പ്രത്യേക സാമ്പത്തിക മേഖലാ പദവി ലഭിച്ചു കഴിഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കുന്ന ആദ്യ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി S. ശർമ്മ നിർവഹിച്ചു. രണ്ടാം ഘട്ടത്തിന്റെ വികസന രൂപരേഖ കൺസൾട്ടൻസിയിൽ നിന്ന് അദ്ദേഹം ഏറ്റുവാങ്ങി. മന്ത്രി ജോസ് തെറ്റയിൽ, MM മോനായി MLA, MP മാരായ KP ധനപാലൻ, P. രാജീവ് എന്നിവർ സംബന്ധിച്ചു. മനോരമ